ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന 1000 നാമങ്ങൾ, അതിന്റെ നാമാർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോ ലളിത സഹസ്രനാമം അല്ലെ, അത് രഹസ്യ നാമമാണെന്ന് നമ്മൾ കണ്ടു. രഹസ്യ മന്ത്രങ്ങളാണ്. ഇത് ഹയഗ്രീവൻ അഗസ്ത്യ സംവാദത്തിൽ വെളിവാക്കപ്പെട്ടതാണെന്നും ആ ഒരു 18th സെഞ്ചുറി 18ാം നൂറ്റാണ്ടിലെ ലളിതാ സഹസ്രനാമം ഹയഗ്രീവൻ തന്നെ നേരിട്ട് അഗസ്ത്യന് ഉപദേശിച്ചു കൊടുക്കുന്നുവെന്നും നമ്മൾ കണ്ടു. അപ്പൊ ഈ മന്ത്രം ദേവലോകത്തിലും ബ്രഹ്മാണ്ടത്തിലും മാത്രം പാരായണത്തിനായിട്ട് വച്ചിരുന്നതാണ്. ഭൂലോകത്തിലെ അഗസ്ത്യ മഹർഷിയാണ് കൊണ്ടുവന്നതെന്നും നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾക്കും ദേവലോകത്തിനും ബ്രഹ്മാണ്ടവുമായിട്ട് ബന്ധമുണ്ടെന്ന് അർത്ഥം. കാരണം ഇല്ലാതെ നമുക്കിത് ജപിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ബ്രഹ്മ സത്യം, ജഗത് മിഥ്യ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എന്നാലും ബ്രഹ്മം എന്ന് പറഞ്ഞാല് മാറിക്കൊണ്ടിരിക്കുന്നത്, ബ്രഹ്മം എന്ന് പറഞ്ഞാല് ആ ഒരു മാറിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ബ്രഹ്മം മാറിക്കൊണ്ടിരിക്കും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മാറാത്ത വസ്തു എന്നാണ് അർത്ഥം. ഇതിൽ തന്നെ മായ എന്ന് പറയുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ബ്രഹ്മം ചുതിയില്ലാത്തതാണ്, മാറ്റമില്ലാത്തതാണ്. കാരണം ഇതില് ഓരോ ജീവനും ആ ഒരു പുരുഷ തത്വമാണ്. പുരുഷൻ ജിതേന്ദ്രിയൻ, അതായത് ജിതേന്ദ്രിയരാണ്, ശിവത്തെ അറിഞ്ഞവൻ. എന്നാൽ ശക്തി എന്ന തത്വം ആ ഒരു ജന്മത്തിന് കാരണമാകുന്നു. അപ്പൊ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, അതുകൊണ്ടാണ് അതിനെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു പരബ്രഹ്മം അങ്ങനെ എന്താ പറയാ ചെന്ന് എന്താ പറയാ ഒരു സ്ത്രീയായിട്ട്, പരബ്രഹ്മം ഒരു പെണ്ണായിട്ട്, അതായത് ജനിച്ച ഉടനെ അമ്മ എന്ന് വിളിക്കുന്നു ആ ജനിപ്പിച്ച ആളിനെ അല്ലെ. അപ്പൊ അമ്മ എന്ന് പറയുന്നതാണ് ആദ്യത്തെ വാക്ക്. ഏത് ജന്മത്തിൽ നോക്കിയാലും, മനുഷ്യ ജന്മത്തിലല്ല, ഇനിയിപ്പോ ഏത് മൃഗങ്ങളെ പശു കരയുന്ന കേട്ടാലും അതിന്റെ അമ്മയാണ് അത് ആദ്യം വിളിക്കുക. അപ്പൊ ആദ്യ വാക്കെന്ന് പറഞ്ഞാൽ ആയാണ് അല്ലെ. രണ്ടാമത്തെ വാക്ക് മാ. അപ്പൊ ആ മാ. അപ്പൊ പ്രണവത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചാല് അകാര ഉകാരം അകാരങ്ങൾ. ഓമിന്റെ വാസസ്ഥാനം എന്ന് പറഞ്ഞാല് എവിടെയാണെന്ന് ചോദിച്ചാൽ ആജ്ഞാചക്രം. അപ്പൊ സഹസ്രാര പത്മവും ആജ്ഞാചക്രവുമാണ് നമ്മൾ ഓം എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിന്റെ ശബ്ദമല്ല, അതിന്റെ തത്വം ഇരിക്കുന്നത്. ഇപ്പൊ മൂലാധാരം എന്ന് പറഞ്ഞാൽ ലം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആജ്ഞാചക്രം എന്ന് പറയുന്നത് സഹസ്രാര പത്മവും ഓമായിട്ട് പറയുന്നു. അപ്പൊ അകാര ഉകാരം അകാരങ്ങൾ എല്ലാ ഭാഷയിലും മുഖ്യമായിരിക്കുന്ന ആ എന്ന അക്ഷരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അകാര ഉകാരം അകാരം എന്നതിന്റെ ആ അമ്മ എന്നുള്ള അർത്ഥം വരും നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെ. ഇപ്പൊ നമ്മൾ മഹിഷാസുര മർദിനി സ്തോത്രത്തില് ഐ എന്ന് പറയാറുണ്ട്, ഐകിരി നന്ദിനി അല്ലെ. അപ്പൊ ആ പ്ലസ് ഈകാരം, അപ്പൊ ഐൻ. അപ്പൊ ഈകാരം എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ് അല്ലെ, മദർ, അമ്മ. അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഷയിൽ പറഞ്ഞാലും ഏത് ജാതിയിൽ പറഞ്ഞാലും മാ എന്ന് പറയാറുണ്ട്, ഉമ്മ എന്ന് പറയാറുണ്ട് ഇല്ലേ. അപ്പോ ആ അകാരം ആ ആ ഉ മാ, ഈ മൂന്നും അമ്മയെ കാണിക്കും ഇല്ലേ. അമ്മ ആര്? പായില് തുടങ്ങണു. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഓംകാരമാണ്. ഓംകാരം ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഹ കാമദം മോക്ഷതം ചെയ്വ ഓംകാരായ നമോ നമ. ഇത് ഉപനിഷത്ത് മന്ത്രാണ്. ഓം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എല്ലാവരും പറയുന്നതാണ്. ആ പ്രപഞ്ചത്തിൽ പറയുന്ന വാക്ക്, അതായത് ഓമിനെ നമ്മൾ പ്രപഞ്ചത്തിൽ പറയുന്ന വാക്കാണ് അമ്മ, പരബ്രഹ്മം. ആ പരബ്രഹ്മമാണ് ശരിക്കും അമ്മയുടെ രൂപത്തിലിരിക്കുന്നത്. അതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ ജഗത് മാത, ജഗത് ജനനി, ആ ഒരു പരമാത്മ തത്വം, ശക്തി രൂപം. ഇപ്പൊ ശിവൻ ശക്തിയില്ലാതെ ശവമാണ് അല്ലെ. ഇപ്പൊ പഞ്ചപ്രേതാസന സീന, ശക്തിയില്ലെങ്കിൽ എന്താ, പ്രേതങ്ങളാണെന്ന് പറയണു. അപ്പൊ ചിത്ത്, ആനന്ദം, ആ ഒരു ഇച്ഛ, ജ്ഞാനം, ക്രിയാശക്തികള് പ്രപഞ്ച കാരണമായിട്ട് തീരണു. അപ്പൊ ക്രിയയില്ലാതെ, കർമ്മമില്ലാതെ ജ്ഞാനത്തിൽ ഉണരാൻ സാധ്യമല്ല. അപ്പൊ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ, ഇച്ഛയായിട്ട് ജ്ഞാനമായിട്ട് ചിത്കല, ആനന്ദരൂപ ചതുഷ്ഷഷ്ടി കലാമയി. ഇപ്പൊ ശിവലിംഗത്തില് നമ്മൾ സാധാരണ കലകള് 5, 7, 9, 13, 15, 16 കലകൾ വരെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ശിവലിംഗത്തിലെ കലകൾ എന്ന് പറഞ്ഞാൽ ഗ്രഡേഷൻ എന്നർത്ഥം. ആ ഒരു കലകളാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു തലങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ ശ്രീകൃഷ്ണൻ സാന്ദീപനി ആശ്രമത്തിലെ 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിച്ചു എന്ന് പുരാണം പറയുന്നുണ്ട്.
അപ്പൊ നമ്മുടെ സാധനയില് പഞ്ചശക്തികൾക്ക് വളരെ മുഖ്യ തലം കൊടുക്കാറുണ്ട്. അതിലൂടെ അതിലൂടെയാണ് നമ്മൾ ശിവനെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണു. അതിലൂടെ മാത്രമേ നമുക്ക് ശിവനെ അറിയാൻ സാധ്യതയുള്ളൂ. അപ്പൊ പരാശക്തി ഉപാസന അല്ലാതെ വേറെ ഒരു മാർഗവും ഈ ബ്രഹ്മാണ്ടത്തില് ശിവനെ അറിയാനായിട്ട് ഇല്ല എന്നർത്ഥം. അപ്പൊ ദേവിയുടെ ആദ്യ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ശിഷ്യൻ ശിവനാണ്. ശിവനാണ് ആദ്യ ശക്തി ഉപാസകൻ, അല്ലെ? അപ്പൊ നമ്മള് ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രമാണ് ആദ്യത്തെ വൈബ്രേഷൻ. അപ്പൊ സ്പന്ദം അത് തന്നെയാണ് പരാശക്തിയായിട്ട് തീരുന്നത്. ഈ 3 അക്ഷരങ്ങളിലൂടെയാണ് എല്ലാ മനുഷ്യരും അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ മൃഗങ്ങള് അമ്മേന്ന് തന്നെയാണ് വിളിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അല്ലെ? ഈ ജീവൻ തുടക്കത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് ആണ് വന്നത്. പിന്നെ പല ശരീരങ്ങളിലൂടെ കടന്ന് നമ്മൾ അത് ശരിക്കും പറഞ്ഞാല് ആ ഇംപ്യൂർ ആയി, നമ്മള് ആ ശുദ്ധത നഷ്ടപ്പെട്ടു പോയി. എന്നാലും എല്ലാം ഈ പ്രപഞ്ചത്തില് മരങ്ങളിൽ കാറ്റ് വീശുമ്പോൾ സമുദ്രത്തിന്റെ ശബ്ദം, സൂര്യന്റെ ശബ്ദം, ശരീരത്തിലെ രക്തചംക്രമണത്തിന്റെ ശബ്ദം എല്ലാം തന്നെ അകാര ഉകാര മകാരങ്ങളാണ് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ശംഖ മണി എല്ലാ നാദങ്ങളും പ്രണവം തന്നെയാണ്. ഇതിലെല്ലാം നമ്മള് അറിയാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അത് കർമ്മമാകുന്നത്. അപ്പൊ അതിലാണ് മനസ്സ് ശരിക്കും പറഞ്ഞാൽ മാറ്റം സംഭവിക്കുക. അപ്പൊ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതാണ് മനസ്സ്. 4 തലങ്ങളുണ്ട്. അപ്പൊ അമ്മ, ഓംകാരം, ആ ഒരു പരാശക്തിയോടുള്ള ഈ 3ഉം ഒന്ന് തന്നെയാണ്. 3ഉം ഒന്നാണ്. ഇനി അമ്മയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആദ്യം അമ്മയാണ് കുട്ടിക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത്, അല്ലെ? അച്ഛൻ ഗുരുവിനെ, ഗുരു ഈശ്വരനെയും കാണിച്ചു കൊടുക്കണം. ഇപ്പൊ എല്ലാത്തിനും 4 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയണു. ആ ഋഷ്യശൃംഗന്റെ പിതാവ് വിഭാണ്ഡ മഹർഷി വനത്തിൽ മാത്രം വളർന്ന തന്റെ പുത്രന്റെ മാറ്റം, വൈശാലിയുടെ കൊലുസിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ആ ഒരു ജപതപാദികളെ മുടക്കിയപ്പോ മനസ്സിന്റെ ആ ദുർഗന്ധം മഹർഷി തിരിച്ചറിഞ്ഞു. മൂലാധാരത്തിൽ നിന്ന് തുടങ്ങുന്ന ശ്വാസത്തെ സഹസ്രാരം വരെയും ആ ഒരു കൊണ്ടെത്തിക്കുന്ന പ്രാണനില് 4 പ്രാവശ്യം പ്രണവം ചേർത്ത് ജപിക്കാന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ശ്വാസം ശുദ്ധമായാല് 4 പ്രാവശ്യം പ്രണവ ജപം ചെയ്താല് ശ്വാസം ശുദ്ധമാവുന്ന അർത്ഥം. ഓംകാരം കൊണ്ട് നമ്മളെ ശുദ്ധമാക്കണം. അപ്പൊ അതാണ് നിയമം. അതുപോലെ പരാശക്തി ഉപാസനയിലും ലളിതാ സഹസ്രനാമ ഉപാസന എന്ന് പറയുന്നത് അതിൽ 4 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ആ ഒരു ഹയസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഉദ്ദേശം, ഹയസ്റ്റ് നമ്മുടെ ലക്ഷ്യം, ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ്, അല്ലെ? ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് നേടണം. എന്നാല് എല്ലാവരും ഈ ജന്മത്തില് ആ ഒരു ഉയർന്ന തലത്തിലേക്ക്, ഉയർന്ന ജന്മങ്ങളായിട്ട് തീരും. ആ ഒരു എന്താ പറയാ, ജന, തപ, മഹാ തുടങ്ങിയ ലോകങ്ങളിൽ ഇരിക്കാൻ നമുക്കും സാധിക്കും, അല്ലെ? അവിടെയൊക്കെ ഇരുന്നവരാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. സദാ ആനന്ദത്തോടു കൂടി. മറ്റേതെല്ലാം തന്നെ എന്താണ്? ഒരു ലോ ഗ്രേഡ്, വളരെ കുറഞ്ഞ തലമാണ്. ഈ ഭൂമി എന്നൊക്കെ പറയുന്നത് ശരിക്കും താഴത്തെ തലാണ്. ഇപ്പൊ ലളിതാ സഹസ്രനാമം ഇതുപോലെ നമ്മൾ പറഞ്ഞു കൊടുത്താല്, ഇതുപോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ശിവശക്തി ഐക്യം നമുക്ക് അതിന്റെ ആരംഭം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ല. കാരണം കോടാനുകോടി ജന്മങ്ങളുടെ പുറകിലേക്ക് അറിയാൻ ചെന്ന ബുദ്ധൻ പോലും എന്താണ് അവസാനം പറഞ്ഞത്? എനിക്ക് ഇനി പുറകിലേക്ക് പോണ്ട, 500 ജന്മം കൊണ്ട് തന്നെ മതിയായി, അല്ലേ? അപ്പൊ എനിക്കിനി എന്താ പറഞ്ഞത്? എന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് അറിഞ്ഞാൽ മതി എന്നാണ്. അതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ അന്ത്യം അറിഞ്ഞാൽ മതി. അപ്പൊ സ്പേസിൽ ഇരുന്നു കൊണ്ട് ഭൂലോകത്തെ കണ്ടാല് ശരിക്കും പറഞ്ഞാല് നമുക്ക് ആ ഒരു ബുദ്ധിക്ക് ക്ഷീണം ഉണ്ടാകും. ഏറ്റവും എളുപ്പം അമ്മയെ ശരണാഗതി ചെയ്താൽ മതി. എല്ലാവർക്കും, നല്ലവർക്കും ചീത്ത ആളുകൾക്കും, ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ദേവന്മാരും അസുരന്മാരെന്ന് പറയുന്നത്. നല്ലവർക്കും ചീത്തവർക്കും എല്ലാം തന്നെ അമ്മയുണ്ട്. അപ്പോ ആര് കൈവിട്ടാലും കൈവിടാത്ത ശക്തിയാണ് നമ്മള് പരാശക്തി അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഈസിയസ്റ്റ് വേ അമ്മയെ ശരണാഗതി ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ദേവിക്ക് ലളിത എന്നുള്ള പേര്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഈസിലി അപ്രോച്ചബിൾ, പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് എന്ന് അർത്ഥം. അപ്പൊ നമ്മളൊരു ഹയർ ലെവലിൽ പോകാൻ നമ്മുടെ വ്യവഹാരം സമ്മതിക്കുകയില്ല. കാരണം ഉപാസനയ്ക്ക് തടസ്സങ്ങൾ ഏർപ്പെടും. ഒരു വ്യക്തിയില് സ്വന്തം ശരീരത്തെ നമുക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവനെ അറിയാൻ സാധിക്കുന്നത്? നമുക്ക് ചുറ്റും ശത്രുക്കളാണുള്ളത്, ഇല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലും പുറത്തും തന്നെയാണ്. അത് പല രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട്.
ഒരു ജീവൻ ആധ്യാത്മിക പന്ഥാവിലേക്ക് കയറുമ്പോ തന്നെ ലോകം അതിനെ പല മാതിരി എതിർക്കും. സ്വന്തം മാതാപിതാക്കൾ ഉൾപ്പെടെ പല ജന്മങ്ങള്, ജന്മശത്രുക്കള്, മിത്രങ്ങള് എല്ലാം തന്നെ എല്ലാ ആത്മാക്കളും ഒരു ജീവന്റെ ഊർധ്വഗതിയെ തടസ്സപ്പെടുത്തും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അനുഭവമാണ്, അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ അംഗന്യാസം, കരന്യാസം തുടങ്ങിയ എല്ലാ കർമ്മങ്ങൾ ചെയ്ത് ഈ ബാധകളെ എല്ലാം അകറ്റി സൂക്ഷ്മശക്തികളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കി ഈ പറഞ്ഞ ആരാധന ആരംഭിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ ദേവി അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ആ ഒരു ദേവിയുടെ ഭക്തി ഇല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ദൃഢമാക്കി നിർത്തിയാല് നമുക്ക് ആ ഒരു ശ്രദ്ധയും ഭക്തിയും കൊണ്ട് മാത്രം ഒരു ജീവനെ നമുക്ക് ഊർധ്വഗതിയിലേക്ക് നയിക്കാൻ സാധിക്കും. അപ്പോൾ വേഗത്തില് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഒരു ഉപാസനാ മാർഗം തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതായത് നമ്മുടെ പുറത്തും അകത്തുമുള്ള ശത്രുക്കളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധ്യമാകൂ. ആഗ്രഹങ്ങൾ നടക്കാതെ പോയതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രേത പിശാചുക്കളായിട്ട് നമ്മൾ പറയാറുണ്ടില്ലേ, നമുക്ക് തടസ്സങ്ങൾ എന്ന് പറയുന്നത് അദൃശ്യ ശക്തികളാണെന്ന്. അപ്പൊ ആ പ്രേത പിശാചുക്കളായിട്ട് നമ്മുടെ ഡൈജസ്റ്റ് ചെയ്യാത്ത വസ്തുക്കള്, അതായത് കൊളസ്ട്രോള്, ഷുഗർ, ഇങ്ങനെ ഓരോന്നാകുന്ന പോലെ എന്താ പറയാ, നമ്മുടെ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടും. 3 ദിവസത്തിൽ കൂടുതൽ കുടലിൽ തങ്ങി നിൽക്കില്ല, അല്ലേ? കാരണം അതെല്ലാം തന്നെ ആ ജീവന്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമാണ്. അപ്പൊ ബാഹ്യ ശത്രുക്കളുണ്ട്. അതുകൊണ്ടാണ് വാക്ക്, മനസ്സ്, ആഹാര, ചിത്തശുദ്ധി, ആചാര, ശരീരശുദ്ധി, ഇതെല്ലാം ഇതിലുള്ള വ്യത്യാസങ്ങള്, ഇതിലുള്ള ദോഷവശങ്ങളെല്ലാം ന്യാസങ്ങള് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. ആ ഒരു പൂർണ്ണ ശുദ്ധിയാക്കുന്നതാണ് ന്യാസങ്ങള്, കരന്യാസങ്ങള്, അംഗന്യാസങ്ങള്, ഇല്ലേ, പ്രാണായാമം എല്ലാം തന്നെ. അപ്പൊ ആ ശുദ്ധിയോട് തന്നെ ഒരു ശുദ്ധ തത്വത്തെ നമുക്ക് സമീപിക്കണമെങ്കിൽ ആ ബാഹ്യ ആഭ്യന്തര ശുചി നമുക്ക് ഉണ്ടായിരിക്കണം. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാല് ശുദ്ധി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് റിമൂവിങ് ദ ബാഡ് തോട്ട്സ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കർമ്മവാസനകള്, നമ്മുടെ മോശമായിട്ടുള്ള ചിന്തകള്, ഇതിനെല്ലാം ഇല്ലാതാക്കുക. ചിന്തകളാണ് നമുക്ക് കർമ്മങ്ങളായിട്ട് തീരുന്നത്, അല്ലെ? അപ്പൊ ആദ്യം തന്നെ ആ ചിന്തകളെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ കർമ്മങ്ങൾ ശുദ്ധമാകും. ഒരു ഗുരുവാണ് ശിഷ്യനെ നയിക്കുന്നത്. അപ്പൊ ആചാരം മാത്രമല്ല, അനുഷ്ഠാനം വളരെ മുഖ്യമാണ്. ലളിതാ സഹസ്രനാമത്തിൽ ദേവി പറയണു, എന്നെ അറിയാനായിട്ട് മന്ത്ര യന്ത്ര പൂജകളെല്ലാം ഉണ്ട്, പക്ഷെ ആദ്യം വേണ്ടത് ജപമാണ്. ജപം ചെയ്യാനുള്ള യോഗ്യതയാണ്. ജപിക്കണമെങ്കിൽ എന്താ വേണ്ടേ? അത് ജപിക്കണം എന്ന് ആഗ്രഹിച്ചാൽ മതി, അല്ലേ? 4 ഉപാസനാ മാർഗങ്ങൾ പറയുന്നുണ്ട്. മനസ്സിനെ ഈശ്വരനെ അറിയാനുള്ള മാർഗങ്ങളാണിത്. ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം. ഇത് എല്ലാം ഈ 4 വഴികളും ഒന്നിലാണ് നമ്മളെ എത്തിക്കുന്നത്. അപ്പൊ ജ്ഞാനത്തെ അടയുന്നതിനാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ആ ഒരു ശുദ്ധ വിദ്യയാണ് നമ്മൾ ജ്ഞാനം. ഇപ്പൊ ശുദ്ധവിദ്യ എന്നാല് ശിവശക്തി ഐക്യം എന്നർത്ഥം. അപ്പം ഈ പറഞ്ഞ പോലെ എനർജി മാറ്റർ, ഇത് രണ്ടും ഒന്നാകുന്നത്. അപ്പൊ നെഗറ്റീവായിരിക്കുന്ന ആ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഒന്നായിട്ട് തീരുന്നത്. ചര്യ എന്ന് പറഞ്ഞാല് എല്ലാ കർമ്മങ്ങളും നമ്മൾ ഈശ്വരനെ സന്തോഷിപ്പിക്കാനായിരിക്കണം. കാരണം നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഈശ്വരനെ സന്തോഷിപ്പിക്കുക. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ സന്തോഷിക്കണം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനും സന്തോഷിക്കണം, ഇല്ലേ? ഓൾ കർമാസ് ആർ ടു പ്ലീസ് ഗോഡ് എന്ന് വിവേകാനന്ദ സ്വാമി പറയാറുണ്ട്. അവർ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാല് എവറിബഡീസ് ഡ്യൂട്ടി ഈസ് വാട്ട്? എവറി കർമ്മ ഷുഡ് ബി ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നും അദ്ദേഹം പറയണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സങ്കല്പത്തിൽ തന്നെ പറയുന്നത് ശ്രീ ലളിതാ പരമേശ്വരി പ്രീത്യർത്ഥം, പരമേശ്വര പ്രീത്യർത്ഥം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു സമർപ്പണം, എല്ലാം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്താ, എല്ലാം പോസിറ്റീവായിട്ട് തീരും. ഇപ്പൊ ദേവിയുടെ പ്രീതിക്കായിട്ട്, ദേവിയുടെ പ്രീതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരന്റെ പ്രീതിക്കായിട്ട്. അപ്പൊ നമുക്ക് സത്കർമ്മങ്ങൾ, ഇനി നമ്മൾ ദുഷ്ചിന്തകൾ പോലും അവിടെ സത്ചിന്തകളായിട്ട് മാറും. അപ്പൊ അൾട്ടിമേറ്റ്ലി ഞാനല്ല, എന്നെ കൊണ്ട് അമ്മയുടെ തൃപ്തിക്കാകെ എന്നുള്ള സങ്കല്പം, അല്ലെ? കരിഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഈ ഒരു ചിന്ത വന്നാല് ദേവിയുടെ ഇഷ്ടമാണ് നടക്കുന്നത്, അല്ലെ? കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല. നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനെന്ന് പറയുമ്പോൾ ടൺ കണക്കിനാണ് കർമ്മബന്ധങ്ങൾ നമുക്ക് ഉണ്ടായിട്ട് തീരുക. ഈ കടം വീട്ടാൻ നമുക്ക് സാധ്യമല്ല. അതിനാണ് നമ്മൾ അനേക ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ലളിതാ സഹസ്രനാമത്തില് പറയുന്നുണ്ട്, ദേവി തന്നെ പറയുന്നതാണ്. പശുന്യാദി വാഗ്ദേവതകളെ പറയുന്നതാണെങ്കിൽ നമുക്കത് ദേവി പറയുന്നതായിട്ട് എടുക്കണം.
എന്നെ അറിയാനായിട്ട് യന്ത്രമന്ത്ര പൂജകളെല്ലാം ഉണ്ട്. പക്ഷെ ആദ്യം വേണ്ടത് ജപം ചെയ്യാനുള്ള യോഗ്യതയാണ്. ജപിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മതിയെന്ന് ദേവി പറയുന്നുണ്ട്. അപ്പൊ 4 ഉപാസനാ മാർഗങ്ങളുണ്ട്. മനസ്സിനെ ഈശ്വരനിൽ ആ നിർത്താനായിട്ട്, അല്ലെങ്കിൽ ഈശ്വരനെ അറിയാനുള്ള മാർഗങ്ങളാണ് ഇത് 4 എണ്ണം. 1 ചര്യ, 2 ക്രിയ, 3 യോഗം, 4 ജ്ഞാനം. അപ്പൊ ഒന്നിലെത്തിക്കും. ഉറപ്പാണ്. ഇത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ രീതിയാണ്. നവതാ ഭക്തി പോലെ തന്നെ ഈ 4 എണ്ണം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ ജ്ഞാനത്തിൽ അടയുന്നതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ശുദ്ധ വിദ്യയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ശുദ്ധ വിദ്യ എന്നാൽ ശിവശക്തി ഐക്യം എന്ന അർത്ഥം. അപ്പോ എനർജി മാറ്റർ ഒന്നാകുന്ന അവസ്ഥ. അപ്പൊ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല. നെഗറ്റീവും പോസിറ്റീവും ഒന്നായിട്ട് തീരുന്നു. രണ്ടാമത്തത് ചര്യയാണ്. എല്ലാ കർമ്മങ്ങളും എന്തിനാണ്? നമ്മൾ ഈശ്വരനെ സന്തോഷിപ്പിക്കാനാണ്, അല്ലെ? ദേവിയെ സന്തോഷിപ്പിക്കാനാണ്. അതുകൊണ്ട് ആദ്യം സങ്കല്പത്തിൽ തന്നെ പറയണു, ശ്രീ ലളിതാ പരമേശ്വരി പ്രീത്യർത്ഥം, പരമേശ്വര പ്രീത്യർത്ഥം എന്നൊക്കെ. പരമേശ്വര പ്രീത്യർത്ഥം എന്ന് നമ്മൾ ദേവി മഹാത്മ്യം പറയുമ്പോൾ പറയും. അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നോ എല്ലാം ഒരു സമർപ്പണം ദേവിയുടെ പ്രീതിക്കായിട്ട്. അപ്പോ അൾട്ടിമേറ്റ്ലി ഞാൻ അല്ല അവിടെ, എന്നെ കൊണ്ട് അമ്മയുടെ തൃപ്തിക്കാകെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇപ്പൊ കരിഷ്യാമി, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഈ ചിന്ത വന്നാൽ ദേവിയുടെ ഇഷ്ടമാണ് അവിടെ നടക്കുന്നതെന്ന് അർത്ഥം. ഇപ്പൊ കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല. അപ്പോ നമ്മളുടെ ഇഷ്ടത്തിനെന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ ടൺ കണക്കിന് വന്നു ചേരും. അമ്മയുടെ ഇഷ്ടത്തിനെന്ന് പറയുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാകാതെ ബന്ധങ്ങൾ നമ്മളെ വിട്ടുപോകുന്നു. മനസ്സിലായില്ലേ? അപ്പോ കർമ്മബന്ധങ്ങള് ഉണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ ഈ കടം വീട്ടാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഉണ്ടാക്കുന്ന കടം വീട്ടാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ അമ്മയ്ക്കാണെങ്കിലോ, അമ്മയ്ക്ക് നമുക്ക് അവിടെ സമർപ്പിക്കാം. നമ്മുടെ കടങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് അമ്മയ്ക്ക് അതെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും. രണ്ടാമത്തത് ക്രിയയാണ്. യന്ത്ര, മന്ത്ര, തന്ത്ര, മുദ്ര, പ്രാണായാമ കർമ്മങ്ങൾ എല്ലാം ക്രിയക്കകത്ത് വരും. ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് തന്നെയാണ് അർത്ഥം. ക്രിയ, കാമ്യം, കർമ്മം, നിഷ്കാമം. ഇപ്പൊ നമുക്ക് വേണ്ടി ചെയ്യുന്ന ക്രിയ, അല്ലെ, അത് പ്രപഞ്ചത്തില് റെക്കോർഡാവും. അപ്പോ ഈ ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതെല്ലാം തന്നെ എന്താണ്? ദേവിക്കുള്ള സമർപ്പണമാണ്. അപ്പോ അത് കർമ്മം, അത് പിന്നെ ദൈവപുസ്തകത്തില് റെക്കോർഡാകും. കാരണം നമ്മൾ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നതിനാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അത് ആർക്ക് വേണ്ടി ചെയ്യുന്നു? നമ്മൾ വേറൊരാൾക്കല്ല, അത് ഈശ്വരൻ, അവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പൊ പ്രപഞ്ച ദൈവ പുസ്തകത്തിൽ അത് റെക്കോർഡാകുമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ അതിന്റെ ഫലം നമുക്ക് തന്നോളും. നമ്മൾ അതിൽ വിഷമിക്കേണ്ട. ഇപ്പൊ പ്രപഞ്ചത്തിലെ ആ ഒരു 13 ഇൻസ്പെക്ടർമാരുണ്ടെന്ന് പറയാറുണ്ട്. അഷ്ടദിക്കുകള്, മുകളിൽ ആകാശം, താഴെ ഭൂമി, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്, അങ്ങനെ 13 പേര് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂലോക ജീവികളുടെ ഒരു CCTV-യിലൂടെ. അപ്പൊ യന്ത്രപൂജ, മന്ത്രപൂജ, മുദ്ര, ആ ഒരു സ്ഥിരത, ആ ഒരു ഇന്ദ്രിയ നിഗ്രഹണം, ചിന്മുദ്ര തുടങ്ങിയിട്ട് നമ്മള് ആ ഒരു കൺട്രോൾ ഓഫ് മൈൻഡ്, ആ ഒരു മനസ്സിന്റെ നിയന്ത്രണം, പ്രത്യാഹാരം, ധീരത തുടങ്ങിയത്, ആസനങ്ങള്, ഇല്ലെ പത്മാസനം തുടങ്ങിയത്, പ്രാണായാമം എല്ലാം തന്നെ ക്രിയകളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതെല്ലാം തന്നെ അമ്മയുടെ ആ ഒരു ശരിക്കും പറഞ്ഞാല് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആ അമ്മയുടെ അടുത്തെത്താനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളെ കുറയ്ക്കുകയും നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള ഇവിടെ പലതും നമ്മൾ അറിയാതെയും അറിഞ്ഞും ചെയ്യാറുണ്ട്. മനസ്സുകൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ആ ടോക്സിക് ആയിട്ടുള്ള കർമ്മങ്ങളെ എല്ലാം തന്നെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മള് വളരെ ഫ്രീ ആകും, നമ്മുടെ പ്യുവർ ആകും, നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാകും. അത് മാത്രമല്ല, നമുക്ക് ദേവിയുടെ ആ ഒരു ഡിവൈൻ ഗ്രേസ് എന്ന് പറയുന്ന ഈശ്വരാനുഗ്രഹവും വന്നു ചേരും. യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ളതാണ്, വളരെ പവർഫുൾ ആണ്. അപ്പൊ തന്ത്രം എന്ന് പറഞ്ഞാല് ആ ഒരു നാവിഗേറ്റ്, ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്രിയ. തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്ക് എന്ന് പറയാം. അപ്പൊ ഈ യന്ത്രങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ തന്ത്രം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിന് പല അർത്ഥങ്ങളുണ്ട്. എങ്കിലും നെഗറ്റിവിറ്റി നമ്മളിൽ വരാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് തന്ത്ര സാധന. ശ്രീചക്ര ഉപാസന, ലളിതാ പൂജ,
ഇത് രണ്ടും ഏറ്റവും ഉയർന്ന ക്രിയകളാണ്. യോഗം, അടുത്തത് യോഗം എന്ന് പറഞ്ഞാല് യോഗിനി ന്യാസരൂപിണിയെ നമാന്ന് ദേവിക്കൊരു പേരുണ്ട്. യോഗം എന്നാല് കുണ്ടലിനി യോഗം എന്ന് പറയാം, യുഗത്തിൽ നിന്ന് ഉൽപ്പത്തിയായത്. അപ്പോ എപ്പോഴാണോ മനുഷ്യരാശി ഉണ്ടായോ അപ്പോ മുതൽ ഉള്ളിലെ ശക്തി, മൂലാധാരത്തിൽ തുടക്കം, സഹസ്രാരത്തിൽ അവസാനം, ഇതിനെയാണ് നമ്മൾ കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. ഒരു ശ്വാസം ഉയർന്ന് വെളിയിൽ പോകുന്നതിനെ ഒരു യുഗം എന്ന് പറയും. അപ്പൊ ശ്വാസത്തെ അറിഞ്ഞ് ശ്വസിക്കുമ്പോൾ അത് യോഗം. അപ്പൊ കുണ്ടലിനി യോഗം എന്നാൽ കുണ്ടലിനി യോഗം ജീവാത്മാ എന്ന ജീവൻ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലെ ചിതാകാശത്തിലെ പരമാത്മാവുമായിട്ട് ചേരുന്ന ആ ഒരു നിമിഷം, അതിനെയാണ് നമ്മൾ യോഗം. ആ ഒരു ചെറിയ പ്രകാശം, ഓരോ ജീവനും ഓരോ പ്രകാശമാണ്. ഇരുട്ടിലിരിക്കുമ്പോൾ ഈ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. നാം ഓരോരുത്തരും ശരിക്കും പറഞ്ഞാല് ആ വസുദൈവ കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഭൂലോകത്തിൽ ഇരിക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. അത് നമുക്കറിയില്ല. നമ്മള് ആ കാരണം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മാറ്റാമായിരുന്നു, അല്ലെ? ഭൂലോകത്തിലേക്ക് വരാതിരിക്കാമായിരുന്നു. പക്ഷെ കാരണം നമുക്കറിയില്ല. നമ്മളെല്ലാം കാര്യങ്ങൾ മാത്രമാണ്. അപ്പോ നമ്മളെല്ലാവരും തന്നെ പ്രകാശ സ്വരൂപികളുമാണ്. അപ്പൊ നമ്മുടെ ചുറ്റും ഒരു പ്രകാശമുണ്ട്. അപ്പോ ആ ഒരു ജ്ഞാനത്തിന്റെ പ്രകാശമാണത്. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോധതലം തന്നെയാണ് ജ്ഞാനം. ഇപ്പൊ കുണ്ടലിനി ധ്യാനം കഴിയുമ്പോൾ ജ്ഞാനം നമുക്ക് എന്താ പറഞ്ഞ തെളിഞ്ഞ് വരും. അപ്പൊ ശിവശക്തി ഐക്യം തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമ പാരായണത്തിലൂടെ വളരെ എളുപ്പത്തില് നമുക്കത് ലഭിക്കും. പരാശക്തി ആരാധനയിൽ 3 പ്രധാന തത്വങ്ങളാണ്. ഒന്ന്, ആ 3 വജ്രങ്ങള്, 3 ഉയർന്ന തലങ്ങളെന്ന് നമുക്ക് പറയാം. കാരണം എന്തെന്നാല് അത് 3 ഡിസിപ്ലിൻസ് ആണ്. അപ്പോ 3 ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞാൽ 3 സ്കൂൾ ഓഫ് തോട്ട്സ്. അതെന്താണെന്ന് പറഞ്ഞാല്, ഒന്ന്, അത് ലളിതാ സഹസ്രനാമത്തെ ജപിക്കുക. കാരണം അത് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനത്തിലെ 36ാമത് അധ്യായമാണ്. 2, ദേവി മഹാത്മ്യം, ദുർഗാ സപ്തശതി എന്ന് പറയുന്ന 700 മന്ത്രങ്ങള്, അതിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. 3ാമത്തത് സൗന്ദര്യലഹരി ആദിശങ്കരന്റെ. അപ്പോ എന്താ, ഈ 3 കാര്യം ചെയ്യുന്നവരെ ദേവി ഉപാസകരായിട്ട് കണക്കാക്കാമെന്ന് പുരാണം പറയുന്നു. പുരാണമല്ല, നമ്മുടെ ഉയർന്ന ഗുരുപരമ്പര എല്ലാം അങ്ങനെയാണ് കാണുന്നത്. കാരണം 3 എണ്ണം പ്രധാനമായിട്ട് പറയുള്ളൂ. ലളിതാ സഹസ്രനാമം വായിക്കണം, ദേവി മഹാത്മ്യം, അതിലെ ആ 700 മന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം, സൗന്ദര്യ ലഹരിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ശക്തിയെ അടയാനായിട്ട് ഇത് മാത്രം മതി. അടുത്തത്, പരാശക്തിയുടെ ഉത്തമമായിരിക്കുന്ന 3 മാർഗം. ഒന്ന്, മന്ത്രം, അതിനെ ശ്രീവിദ്യാ മന്ത്രം എന്ന് തന്നെ പറയണം. 2, ലളിതാ പരമേശ്വരി ഉയർന്ന ദേവിയാണ്. ദേവിക്ക് 3 രൂപമുണ്ട്: സ്ഥൂലം, സൂക്ഷ്മം, പരം. ഇപ്പൊ പ്രഥമകൂടം ബാല, മധ്യകൂടത്തിലെ കാമേശ്വരി, ശക്തികൂടത്തിലെ ലളിത. അപ്പൊ ശക്തി ഉപാസനയാണ് പ്രപഞ്ച പൂജ എന്ന് പറയുന്നത്. ശക്തികൂടം അതിന്റെ പേരാണ് നമ്മൾ ലളിത. അപ്പോ എന്താ പറയാ, ആ 3 പുരം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറയണം. അതിനെയാണ് 3 കൂടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പുരത്തില് ശ്രീപുരം. അപ്പൊ ഈ 3 മുഖ്യ തത്വങ്ങളുണ്ട് ദേവി ഉപാസനയില്. ഇപ്പൊ ശ്രീവിദ്യ മന്ത്ര ജപം എന്ന് പറയുന്ന ജപവും ലളിതാ സഹസ്രനാമ പാരായണവും വേറെയല്ല. ഇപ്പൊ ശ്രീവിദ്യ ഉപാസനയിലെ ലളിത തത്വം എന്തെന്ന് പറഞ്ഞാല് ലളിതാ സഹസ്രനാമ പാരായണം, ശ്രീചക്ര പൂജ, പഞ്ചദശാക്ഷരി മന്ത്രജപം. ഇപ്പൊ ഗുരുവിന്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണിത്. ഗുരു ഉപദേശത്തോടു കൂടി ചെയ്യുന്നതാണ് പൂർണ്ണമായിട്ടുള്ളത്. മന്ത്രങ്ങളിൽ ധ്വനിക്ക് രൂപത്തെ ഉണ്ടാക്കും. ധ്വനിയാണ് രൂപം ഉണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളില്. അപ്പോ അതിനായിട്ട് നമ്മൾ ജപിക്കാൻ പാടില്ല. കാരണം എന്താ പറയാ, നമ്മളൊരു മന്ത്ര ദീക്ഷ സ്വീകരിച്ച് അത് ജപിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ വൈബ്രേഷൻസ് ദേവിയുടെ രൂപത്തെ ഉണ്ടാക്കുന്നത്. അമൂർത്തത്തിൽ നിന്ന് മൂർത്തം അത് ആയിട്ട് വരും. അമൂർത്തമായി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവതി ഉണ്ട്. അപ്പൊ ഇത് ജപിക്കുമ്പോൾ അത് മൂർത്തം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു രൂപത്തിലേക്ക് വരും എന്നർത്ഥം. മൃദംഗം, ഓടക്കുഴല്, വീണ, 3 ദേവവാദ്യങ്ങള് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ നാദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പൊ ശ്രീചക്രം എന്ന് പറഞ്ഞാല് പ്രാണപ്രതിഷ്ഠ, ശ്രീവിദ്യ മന്ത്രജപം, ലളിതാ സഹസ്രനാമ പാരായണം, ഇതെല്ലാം നമ്മൾ വളരെ ശരിയായിട്ട് അറിഞ്ഞു ചെയ്യണം. ഋഷി, ഛന്ദസ്, ദേവത, ഈ 3 മന്ത്രത്തെ താങ്ങി നിർത്തുന്നതാണ്. സപ്തകോടി മന്ത്രങ്ങൾ, അതായത് 7 കോടി മഹാമന്ത്രങ്ങളുണ്ട്. മന്ത്രം അറിഞ്ഞു ജപിക്കണം നമ്മള്.
ലളിതാ സഹസ്രനാമം 36 പുരാണങ്ങള്, 18 പുരാണങ്ങള്, 18 ഉപപുരാണങ്ങള്. ഇപ്പൊ വേദവ്യാസനാണ് എല്ലാത്തിന്റെയും രചയിതാവ്. എല്ലാ ലോകങ്ങളെയും നോക്കിയിരിക്കുന്ന ആളാണ് മഹാവിഷ്ണു. വിഷ്ണു എന്നാൽ ബുദ്ധി എന്ന അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അതിന്റെ തത്വം പറയുകയാണെങ്കിൽ പുരാണങ്ങൾ എഴുതിയതെല്ലാം തന്നെ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. അപ്പൊ മഹാവിഷ്ണു വ്യാസരൂപം. വ്യാസൻ ജനിച്ചപ്പോൾ തന്നെ 7 വയസ്സുള്ള കുട്ടിയാണ് സത്യവതിക്ക് സത്യവതിക്കുണ്ടായത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ലളിതോപാഖ്യാനത്തിലെ 36ാമത് അധ്യായം ലളിതാ സഹസ്രനാമം. അപ്പൊ 14 അധ്യായങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിനുള്ളത്. 315 വരികള്, 1000 മന്ത്രങ്ങള്, എഴുതിയത് വശിന്യാദികള്, 51 അക്ഷരങ്ങള്. അതായത് സംസ്കൃത ഭാഷയിൽ 32 അക്ഷരങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു സഹസ്രനാമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ശൃംഖല ഇല്ലേ, വിവിക്തസ്ഥ. ലളിതാ സഹസ്രനാമത്തില് 3 ഭാഗങ്ങളുണ്ട്. നമ്മൾ കണ്ടു. ഒന്ന് പൂർവഭാഗം, അത് ഉപദേശ ക്രമമാണ്. ഹയഗ്രീവൻ അഗസ്ത്യന് ഉപദേശിക്കുന്നത്. 2 മന്ത്രസംഹിത എന്ന് പറയുന്ന മധ്യഭാഗം. 3 ഉത്തരഭാഗം എന്ന് പറയുന്ന ഫലശ്രുതി. ഏറ്റവും നീണ്ടത് ഫലശ്രുതിയാണ്. അപ്പൊ പരാശക്തിക്ക് മുഖ്യമായിട്ട് 10 സഹസ്രനാമങ്ങളുണ്ട്. ഗംഗ, ഭവാനി, ഗായത്രി, കാളി, ലക്ഷ്മി, സരസ്വതി, രാജരാജേശ്വരി, ബാല, ശ്യാമള, പിന്നെ ലളിതാ സഹസ്രനാമം. ഇതിൽ ഏറ്റവും ഉയർന്നത് ലളിതാ സഹസ്രനാമമാണ്. അപ്പൊ ദേവലോകത്തിലെ കോടി ബ്രഹ്മാണ്ട നായക സദസ്സിലാണ് ലളിതാ സഹസ്രനാമം ഉണ്ടായത്. ശ്യാമളാദേവി ലളിതാദേവിയുടെ മന്ത്രിണിയാണ്. അപ്പൊ ദേവിയുടെ കയ്യിലെ മോതിരം ഇട്ടുകൊടുത്തത് ആ ഒരു ശ്യാമളാദേവിക്കാണ്. സപ്തകോടി മന്ത്രങ്ങളുടെ അതിദേവതയാണ് ശ്യാമളാദേവി. അതുകൊണ്ട് ദേവി അറിവിന്റെ ഗംഗയാണ്. അതുകൊണ്ട് അറിവിന്റെ ഇല്ലെങ്കിൽ മന്ത്രദേവതയാണ് ശ്യാമാദേവി എന്ന് നമുക്ക് പറയാം. ലളിതാ സഹസ്രനാമം, ശ്രീചക്ര പൂജ, പഞ്ചദശി മന്ത്രം, ഇത് 3ഉം ലളിതാ പരമേശ്വരിയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. എടുത്തു പറയാണ്, അത് മാത്രമാണ്. കാരണം ഇതിൽ വേറെ ഒരു ദേവതയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പരാശക്തിയുടെ ആ ഒരു എന്താ പറയാ 8 പ്രധാന വാഗ്ദേവതകള്, 51 അക്ഷര ദേവതകളും ഈ ശ്രീചക്രത്തിൽ തന്നെ ഉണ്ട്. അവര് ബ്രഹ്മാണ്ഡ ചിത്സഭയില് ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചൊല്ലി ദേവി തന്നെ സന്തോഷത്തോടുകൂടി അവയുടെ ഫലശ്രുതിയും കേട്ടതാണ്. അപ്പൊ ഈ ഫലശ്രുതി മനുഷ്യര് പറഞ്ഞതല്ല, ദേവകള് പറഞ്ഞാണ്. അതുകൊണ്ട് അതില് തെറ്റുപറ്റാൻ ഇടയില്ലാത്തതാണ്. ഈ സ്തോത്രം ചൊല്ലുമ്പോൾ പൂർവ്വജന്മങ്ങളുടെ പുണ്യം അത് വേണ്ട വിധത്തിൽ നമുക്ക് ലഭിക്കും. ഓരോ നാമങ്ങളും ഓരോ ലിപിയുണ്ട്. പല എന്താ പറയാ അക്ഷരങ്ങളും, ഓരോന്നിലും ഓരോ ദേവതകളുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഈ ദേവതകളെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഈ അക്ഷര ദേവതകളെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ ദേവകൾക്ക് മാത്രമാണ് ഇത് ജപിക്കാൻ അർഹത ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഹയഗ്രീവൻ അഗസ്ത്യരോടുള്ള അപേക്ഷ പ്രകാരം അദ്ദേഹത്തിന് ഇത് ഉപദേശിച്ചു കിട്ടിയത്. അപ്പൊ അഗസ്ത്യൻ വ്യാസനും, വ്യാസൻ സൂതമുനിക്കും, സൂതമുനി നൈമിഷികാരണ്യത്തിലെ ഋഷി കുടുംബത്തിലൂടെ ഭൂമിയിൽ എല്ലാവർക്കും ഇത് ലഭിച്ചു. അപ്പൊ നമ്മൾ ഇത് ജപിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭൂലോകത്തിൽ ഇരുന്നു കൊണ്ട് ദേവകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഉയർന്ന തലമാണ് നമുക്ക് ലഭിക്കുന്നത്. പശന്യാദി വാഗ്ദേവത ഏത് ഭക്തിയിലൂടെ വിശ്വാസത്തിലൂടെയാണോ ദേവിയെ സ്തുതിച്ചത്, അതുപോലെ വേണം നമ്മൾ ഓരോരുത്തരും ഈ ലളിതാ സഹസ്രനാമം ജപിക്കാൻ. അതാണ് ദേവിക്ക് ഇഷ്ടം. ഭൂമിയില് 4 തരത്തിലുള്ള ആത്മാക്കളാണ് അപ്പൊ ജന്മമെടുക്കുന്നതെന്ന് പറയണു. ഒന്ന് അവതാരങ്ങൾ. അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ വന്ന് ജനിക്കുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. ഭൂമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. 2 ഈശ്വരാനുഗ്രഹത്തോടുകൂടി ധർമ്മം ലക്ഷ്യമാക്കി ജനിക്കുന്നവര്. അതായത് ചൈതന്യ മഹാപ്രഭു, രാമകൃഷ്ണ പരമഹംസര്, വിവേകാനന്ദ സ്വാമികള്, ശങ്കരാചാര്യ സ്വാമികള്, ഇവരെല്ലാം തന്നെ ലോകത്തിനു വേണ്ടി ജനിച്ചവരാണ്. 3 അച്ഛനമ്മമാരുടെ തപസ് കൊണ്ട് ആ നേടിയെടുക്കുന്ന പുണ്യജന്മങ്ങള്. 4 ആർക്കും വേണ്ടാതെ ഏതോ കർമ്മം തീർക്കാന് ഒരു ശനിയനെ പോലെ ജന്മമെടുത്തവര്. വേണ്ടെങ്കിലും ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നവര്. 99% ജീവരാശിക്കാരും ഈ കാറ്റഗറിയിലാണ് ജനിക്കുന്നത്. ദേവി ഭക്തി ഇല്ലാത്തവരെ കാണാൻ പാടില്ല എന്നാണ് ശാക്തേയര് പറയുന്നത്. നമ്മള് ഈ ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞാല് ഈശ്വര ഭജനം ഇല്ലാത്തവര് മൃഗങ്ങൾ മാത്രമാണെന്ന് ഭാസ്കരരായർ പറയാറുണ്ട്. അപ്പോ ഇന്ന് നമുക്കറിയാം ഈശ്വര ഭജനം ഇല്ലാത്തവർ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന്. അപ്പൊ സത്സംഗത്തിന്
ആ ഒരു സത്സംഗത്തിൽ നിന്ന് നമുക്ക് നിസ്സംഗത്വം വരണം. സത്സംഗത്തിലൂടെ ദേവിയെ അറിയണം. ഇപ്പൊ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവര് ആ ഒരു ലളിത അല്ലെങ്കിൽ ലളിതമായിരിക്കുന്ന അമ്മ ഈ ഭൂമിയിൽ ധാരാളമായിട്ടുള്ള ഭാഗ്യങ്ങൾ ലഭിച്ചവരാണ് അവര്. അപ്പോ മഹാവിഷ്ണുവിന്റെ അവതാരം ഹയഗ്രീവനാണ്. ഹയഗ്രീവൻ 2 ലളിതാ സഹസ്രനാമത്തില് നാമം ഈ ഭൂലോകത്തിൽ ആദ്യമായി നിർദ്ദേശിക്കപ്പെട്ട ഉപദേശിക്കപ്പെട്ട ആളാണ് ഹയഗ്രീവൻ. ആ ഒരു മധുവിദ്യ അഥവാ മൃതസഞ്ജീവനി വിദ്യ എന്നൊന്നുണ്ട്. മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന വിദ്യയാണിത്. അപ്പൊ ഈ ശുക്രാചാര്യർക്ക് പരമശിവൻ കൊടുത്തതാണിത്. ഏത് അസുരൻ മരിച്ചാലും തിരിച്ചു കൊണ്ടുവരും. അപ്പോ ആ ഒരു അഥർവണ മഹർഷിക്ക് ഈ വിദ്യ അറിയാം. ഇന്ദ്രൻ വന്ന് ചോദിച്ചപ്പോ ഈ വിദ്യ പറഞ്ഞു കൊടുത്താണ്. ഇന്ദ്രൻ അഹങ്കാരം അധികമായപ്പോ ഇന്ദ്രൻ തനിക്ക് വിദ്യ പകർന്നു തന്ന ഗുരുവിന് നിർദ്ദേശം നൽകി, ഇനി മേലിൽ ഈ വിദ്യ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന്. കൊടുത്താൽ തന്നെ തല അരിയുമെന്നും. അങ്ങനെ ഗുരുദക്ഷിണ ആദ്യത്തേത് ഇങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പൊ ഇത് ലോക വൈദ്യന്മാരായിരിക്കുന്ന അശ്വിനി ദേവകൾ അറിഞ്ഞു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ തല മുറിച്ചു മാറ്റിയിട്ട് ഞങ്ങളൊരു ഹയത്തിന്റെ അഥവാ കുതിരയുടെ മുഖം വച്ചു പിടിപ്പിക്കാം, ആരും അറിയാതെ. ഇന്ദ്രന് മാത്രം ഈ മധുവിദ്യ അറിയാവൂ. അപ്പൊ ഇതുകൊണ്ട് അശ്വിനി ദേവകള് അഥർവണ മഹർഷിയോട് ചോദിച്ചു. ഇന്ദ്രന്റെ ആ ഒരു നിബന്ധനയെ അറിഞ്ഞ് ആണ് കുതിരയുടെ കഴുത്ത് വെച്ച് അഥർവണ മഹർഷിക്ക് മധുവിദ്യ ഉപദേശം അശ്വിനി ദേവകൾക്ക് കിട്ടിയത്. ഇതറിഞ്ഞ ഇന്ദ്രന് കുതിരമുഖത്തെ തട്ടിയിട്ടു. അപ്പോൾ തന്നെ അശ്വിനി ദേവകളെ പഴയ മുഖം വെച്ച് മഹർഷിയെ ജീവിപ്പിച്ചു. ഇതാണ് ഹയഗ്രീവ മഹർഷി. എന്നാൽ ലളിതാ സഹസ്രനാമം ഉപദേശിച്ചത് യഥാർത്ഥത്തിൽ മഹാവിഷ്ണു അവതാരമായിരിക്കുന്ന ഹയഗ്രീവൻ തന്നെയാണ്. മഹാവിഷ്ണു ആ ഒരു യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് തളർന്നപ്പോൾ ആ ഒരു ശാറംഗം എന്ന് പറയുന്ന വില്ലിന്റെ അറ്റത്ത് തലവെച്ചുറങ്ങി. ഇപ്പൊ സൃഷ്ടി നടക്കുന്നു, സ്ഥിതിക്ക് ആളില്ലാതായി. വിഷ്ണുവിനെ ഉണർത്താനായിട്ട് ചിതലുകളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ യജ്ഞശിഷ്ടം കൊടുത്തു അവർക്ക്. ഇവർ വന്ന ദേവന്മാരുടെ ആവശ്യപ്രകാരം ആ ഒരു വില്ലറുത്തു. അതിൽ നിന്ന് അത് പൊട്ടി മഹാവിഷ്ണുവിന്റെ തല തെറിച്ചു പോവുകയും ചെയ്തു. ഈ കഥയെല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പൊ ദേവകളെ പരാശക്തിയെ പ്രാർത്ഥിച്ചു. ദേവി പ്രത്യക്ഷമായി പറഞ്ഞു, ഒരു കുതിരയുടെ മുഖം വയ്ക്കാൻ ഇതിനെ ഒരു കാരണമുണ്ടെന്ന് അറിയിച്ചു. അങ്ങനെയാണ് മഹാവിഷ്ണു ഹയഗ്രീവനായിട്ട് അറിയപ്പെട്ടത്. കഴുത്ത് വരെ ഹയത്തിൻ്റെതായിരിക്കുന്ന രൂപം. അപ്പൊ ഇതിനു മുമ്പ് ലക്ഷ്മി വിഷ്ണു യോഗനിദ്രയില് ചിരിച്ചപ്പോ വേറെ ആരെയോ ഓർത്ത് ചിരിച്ചതാണെന്ന് കരുതി ലക്ഷ്മി തന്റെ ഭർത്താവിന്റെ തല പോകട്ടെ എന്ന് ശപിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പരാശക്തിയോട് മാപ്പ് ചോദിച്ച വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാ കാര്യവും നടക്കുന്ന സമയത്ത് ഒരു കാരണം കൊണ്ടാണെന്നും ആ ഹയഗ്രീവ മുഖത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തൈത്തിരീയ സംഹിതയില് ആജ്ഞവൽക്യൻ സമസ്ത വിദ്യകളും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് സൂര്യനെ ഗുരുവായി വരിച്ച് ഹയഗ്രീവ രൂപത്തിലുള്ള വിഷ്ണുവാണ് സകല വിദ്യകളും, അതായത് വേദങ്ങള് ഉപദേശവും ചെയ്യുന്നത്. കൃഷ്ണ യജുർവേദവും എന്താ പറയാ കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ഹയഗ്രീവൻ ബുദ്ധിയുടെ ദേവതയാണ്. കാരണം പരാശക്തി വിഷ്ണുവിന്റെ ബുദ്ധി രൂപമാണ്. നല്ല ബുദ്ധിയൊക്കെ ദേവിയാണ്. അപ്പോ ഹയഗ്രീവ മഹർഷി ഗുരുവാണ്, ഉത്തമനായിരിക്കുന്ന ഗുരു. എല്ലാ വിദ്യയും പഠിച്ച് പറയും. എല്ലാത്തിലൂടെ വിജയം നേടുവാനായിട്ട് ആ ഒരു ശരീരശക്തിയും ബുദ്ധിശക്തിയും ഉള്ള ആളാണ് ഹയഗ്രീവൻ. ഈ ഹയഗ്രീവനാണ് അഗസ്ത്യന് എല്ലാ മഹാവിദ്യകളെയും ഉപദേശിച്ചു കൊടുക്കുന്നത്. വിദ്യകളിൽ ഏറ്റവും ഉയർന്ന വിദ്യയാണ് ശ്രീവിദ്യ. അക്കാലത്ത് പോലും ശ്രീവിദ്യ ഉപാസന ഇല്ലാത്ത ആളുകളെ വളരെ കുറവായിരുന്നു. ആ രീതിയാണ് കണ്ടിരുന്നത്. ആ ഒരു സർവതോന്മുഖമായിരിക്കുന്ന ഐശ്വര്യമാണ് ശ്രീവിദ്യ ഉപാസന നൽകുന്നത്. അപ്പോ ശ്രീവിദ്യ ഉപാസന മാഹാത്മ്യം എന്തെന്നാല് ഭൂമിയിൽ എല്ലാ ഐശ്വര്യങ്ങളും കൂടി ജീവിച്ച ഒരു ജീവൻ ശരീരം ഉപേക്ഷിച്ച ശേഷം നേരെ മണിദ്വീപില് എത്തും എന്നുള്ളതാണ്. കാരണം ഈ മണിദ്വീപ് എന്ന് പറയുന്നത് അഖണ്ഡ ബ്രഹ്മാണ്ടങ്ങൾക്ക് മീതെയാണ്. അവിടെ ആ ഒരു ശ്രീപുര നിവാസിനിയായിരിക്കുന്ന ദേവി പഞ്ചബ്രഹ്മ മഞ്ചത്തിൽ ഇരിക്കുകയാണ്. അവിടെ ആ ഒരു പഞ്ചബ്രഹ്മാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ ദേവിയെ കാണുക എന്ന് പറഞ്ഞത് എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ട് മാത്രമേ സാധ്യമാവൂ. 25 പ്രാകാരങ്ങള്, ശൃംഗാര മണ്ഡപം, രഹസ്യ മണ്ഡപം, അഭിനയ മണ്ഡപം, ഇവയെല്ലാം തന്നെ സകല ബ്രഹ്മാണ്ടങ്ങളുടെയും മുകളിലാണ്. ഈ പ്രപഞ്ച നിർമ്മാണ രഹസ്യങ്ങള്, ആ ചർച്ചകള്, ഋഷിമുനിമാര്, ലളിത ഉപാസകര്, യക്ഷ കിന്നര ഗന്ധർവന്മാര് തുടങ്ങി സൃഷ്ടിസ്ഥിതി സംഹാരകര്
വരെ ദേവിയെ ഉപാസിച്ച് കഴിയുന്ന അവിടെ. അപ്പൊ കോടാനുകോടി പുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കുന്നതാണ് ഈ ശ്രീചക്ര ദർശനം എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീവിദ്യ മന്ത്ര ഉപാസന തുടങ്ങി തുടങ്ങിയവരെല്ലാം തന്നെ സൂര്യഭഗവാൻ, ചന്ദ്രൻ എല്ലാവരും ഇവിടെയാണ് ദേവിയെ കാണാൻ എത്തുന്നത്. ഇപ്പൊ ലളിതാ സഹസ്രനാമം ഒരു പ്രാവശ്യം മനസ്സിലാക്കി വായിച്ചവർക്ക് മാത്രമേ ഇവിടെ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ദേവിക്ക് 64 കോടി യോഗിനികളുണ്ട്. അവരെല്ലാം ഉപചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവിക്ക്. ഇവരെല്ലാം തന്നെ പല പ്രാകാരങ്ങളിലും വന്നു പോയിക്കൊണ്ടിരിക്കും ഈ ശ്രീചക്രത്തിന്റെ അല്ലെങ്കിൽ ശ്രീനഗരത്തിന്റെ. പരാശക്തി അവരെല്ലാം പേര് വിളിച്ചാണ് കാണുന്നത്. അപ്പൊ ഭാസ്കരരായർ ദേവി അവിടെ പൂർണ്ണ അനുഗ്രഹമുള്ള ആളാണ്. അദ്ദേഹം ലളിതാ സഹസ്രനാമ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ആ ഭാസ്കരരായര് സൂക്ഷ്മ രൂപത്തില് വളരെ സട്ടിലായിട്ട് ദേവി ഗൃഹത്തില് പോയവര് ആണെന്ന് പറയപ്പെടുന്നു. കാരണം ഗംഭീരായ കോമളാംബാസുത ഭാസ്കരായ നമോ നമോ, മഹാഗുരുവാണ് ഭാസ്കരരായര്. കാരണം അദ്ദേഹം ആ ഒരു സൂക്ഷ്മ രൂപത്തില് ദേവിയുടെ മണിദ്വീപത്തിൽ പോയി അമ്മയെ കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോ ഈ പറയുന്ന ലളിതാ സഹസ്രനാമത്തിലെ 51 അക്ഷരങ്ങളാകുന്ന ശക്തിപീഠങ്ങളാണുള്ളത്. അതില് ശക്തിയായിട്ട് എന്താ പറയുക, ശക്തി ഇതില് ശക്തി ഇല്ലാത്തതായിട്ട് നമ്മളിപ്പോ ഈ പറയുന്ന 32 അക്ഷരങ്ങളാണ് അതിൽ നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള അക്ഷരങ്ങൾ ശക്തി ഇല്ലാത്തതെന്നല്ല. കാരണം ഏറ്റവും ഉയർന്ന അക്ഷരങ്ങളെ എല്ലാം തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് സായിൽ തുടങ്ങുന്ന 22 നാമങ്ങളെ മായിൽ തുടങ്ങുന്ന 112 നാമങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം കേൾക്കുന്നത് കൊണ്ട് തന്നെ പ്രാരാബ്ധ ശരീരത്തിലെ പ്രാരാബ്ധങ്ങൾ മാറും. കാരണം ദേവിയുടെ താഴെയുള്ള എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം ഉണ്ടാകും. പുണ്യശ്രവണ കീർത്തന, എല്ലാ ലിപിക്കും ദേവതകളുണ്ട്. അപ്പൊ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഈ ദേവതകളെല്ലാം തന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താ, അമ്മയെ ജപിക്കുമ്പോൾ അമ്മയുടെ താഴെ ഇരിക്കുന്ന, കാരണം അമ്മയോട് സ്നേഹമുള്ളവർക്ക്, അപ്പൊ ദേവിയുടെ താഴെ ഇരിക്കുന്ന എല്ലാ ദേവതകൾക്കും അവരെ ഇഷ്ടമാണ് അല്ലെ. അപ്പൊ അവരുടെ എല്ലാ അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ദേവിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമ്മുടെ ഗുരുപരമ്പരയെ നിന്ദിക്കുമ്പോൾ, ആ ഗുരുക്കന്മാരുടെ ശാപം കിട്ടുമ്പോൾ എല്ലാം തന്നെ ഈ ദേവതമാരെല്ലാം തന്നെ അവരുടെ അനുഗ്രഹങ്ങള് അവരെല്ലാം ഒരു നിഗ്രഹ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഗുരുപരമ്പരയിലൂടെ മാത്രമേ ലളിതാ ത്രിപുര സുന്ദരിയില് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദേവിക്ക് 3 കൂടമാണ്, 3 പുരങ്ങളാണ്, 3 തലങ്ങളാണ് അല്ലെ. പ്രഥമകൂടം ബാലയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് പഞ്ചദശാക്ഷരിയാണെങ്കിലും ആദ്യത്തെ കൂടം ബാല 5 അക്ഷരങ്ങള്, മധ്യകൂടം എന്ന് പറയുന്നത് കാമേശ്വരി 6 അക്ഷരങ്ങള്, ശക്തികൂടം എന്ന് പറയുന്നത് ലളിതാദേവി 4 അക്ഷരങ്ങള്. അപ്പൊ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് സപ്തധാതുക്കളും പഞ്ചഭൂതങ്ങളാലും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ത്രിദോഷങ്ങൾ എന്ന ശരീരത്തിൽ ആയുർവേദം പറയുന്ന കഫം, വാതം, പിത്തം, ഇതെല്ലാം തന്നെ വായുവാണ് ആ ഒരു പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ 16 വയസ്സ് വരെ പറയാറുണ്ട് കഫം, കൊച്ചുകുട്ടികൾക്കൊക്കെ കഫമാണ് പ്രധാനം അല്ലെ. 72 വയസ്സ് വരെ അഗ്നി, അതായത് പിത്തം, അഗ്നിതത്വമാണ് അവിടെ. 72-ന് ശേഷം വാദം എന്ന് പറഞ്ഞാൽ വായു. അപ്പൊ ശരീരം പോകാനായിട്ട് അതാ വേണ്ടത് അല്ലെ. അവസാനം നമ്മൾ വായുവിലൂടെ, പ്രാണനിലൂടെയാണ് ജീവൻ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ദേവിക്ക് 3 സ്വരൂപങ്ങളുണ്ട്. അതായത് 3 സ്വരൂപം എന്ന് പറഞ്ഞാൽ 3 ഖണ്ഡങ്ങൾ: സ്ഥൂലം, സൂക്ഷ്മം, പരം. അപ്പൊ കാണുന്ന കരചരണ രൂപം എന്ന് പറയുന്നത് സ്ഥൂല രൂപമാണ്. ദേവിയുടെ മന്ത്രം എന്ന് പറയുന്ന പഞ്ചദശാക്ഷരിയാണ് നമ്മൾ സൂക്ഷ്മം എന്ന് പറയുന്നത്. ആ ഒരു വാസനാമയം എന്ന് പറയുന്നത് പരം. അപ്പൊ ഇതും ദേവിയുടെ സ്വരൂപം തന്നെയാണ്. ആ ഒരു എന്താ പറയുക, ആരാണ് അഗസ്ത്യൻ എന്ന് നമ്മുടെ ആ ഒരു അങ്കുഷ്ടം, അത്രയും പൊക്കമുള്ള ഒരു ചെറിയ മനുഷ്യനായിരുന്നു അഗസ്ത്യൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ലളിതാ സഹസ്രനാമം നമുക്ക് ഭൂമിയിൽ വേദകാലത്ത് ആ മനുഷ്യന് എന്താ പറയാ, ആ പുണ്യം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടെത്തിച്ചത്. കാരണം ഇത്രയും വലിയ മന്ത്രദേവതയാണ് ദേവി എന്ന് നമ്മൾ കാണാം. അപ്പൊ ദേവിയെ സ്തുതിക്കുന്ന ഈ സഹസ്രനാമം എത്ര ഉയർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ മിത്രാവരുണന്മാര് ഉർവശി ദേവിയെ കണ്ട് ബീജം കുംഭത്തിലാക്കി അവിടെ നിന്നാണ് എന്താ പറയാ അഗസ്ത്യർ ജനിച്ചത്. കുംഭസംഭവനാണ് അല്ലെ. അപ്പം സട്ടിലായിട്ടിരിക്കുന്ന ആളാണ് അഗസ്ത്യൻ എന്ന് പറയുന്നത്. അങ്കുഷ്ട മാത്രമാണ് പൊക്കം എന്ന് നമ്മളിപ്പോ കണ്ടു. അപ്പൊ വിന്ധ്യ പർവ്വതത്തിന്റെ അഹങ്കാരത്തെ ശമനം നടത്തിയ ആളാണ്. അപ്പോ
ശിവപാർവതി വിവാഹത്തിലെ കൈലാസത്തില് ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് കൊണ്ടുവന്ന ആണ് അഗസ്ത്യൻ. അപ്പൊ അഗസ്ത്യൻ എല്ലാ മന്ത്രതന്ത്രങ്ങളും പഠിച്ച ശേഷം ലളിതാ ത്രിശതി പറഞ്ഞു കൊടുത്തു. കാതി ഹാദി എന്ന് പറയുന്ന പഞ്ചദശാക്ഷരി മന്ത്രം, ആ ഒരു 15 രീതിയിലുള്ള പഞ്ചദശാക്ഷരി കാതിവിദ്യ തുടങ്ങുന്ന ആ ഒരു ത്രിശതിയിലെ കകാര മന്ത്രം, ലളിതോപാഖ്യാനം, ശ്രീവിദ്യ രഹസ്യം, ഇതെല്ലാം പറഞ്ഞിട്ട് അഗസ്ത്യന് ആ ഒരു ലളിതാ സഹസ്രനാമം കൊടുത്തില്ല. അപ്പോ ആ ഒരു നിഷ്ഠ, ഭക്തി, ആഗ്രഹം, വിനയം, ഭയം ഇവ ഉള്ളവർക്ക് മാത്രമേ ഈ മന്ത്രം കൊടുക്കാവൂ എന്നാണ് നിയമം. കാരണം ഇത് ദേവമന്ത്രമാണ്. പശുന്യാദി ദേവതകളെ ശ്രീചക്രത്തിൽ അഷ്ടകോണുകളിൽ ഇരിക്കുന്നവരാണ്. ഇവർക്കൊക്കെ തന്നെ ഓരോ സ്ഥലത്തിരുന്നുകൊണ്ട് അവര് ലളിതാ സഹസ്രനാമം എന്താ പറയാ ഉറച്ച് ദേവിയെ കേൾക്കുന്ന രീതിയിൽ പാടിയവരാണ്. അപ്പൊ നീ ചോദിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഈ മന്ത്രം ഉപദേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് കാത്തിരുന്നതെന്നാണ് ആ ഉപദേശം കൊടുത്തതെന്നാണ് ഹയഗ്രീവൻ അഗസ്ത്യനോട് പറഞ്ഞത്. അതായത് അത്രയ്ക്ക് ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മന്ത്രങ്ങൾ കൊടുക്കാൻ സാധിക്കുള്ളൂ. അത്രയും ആഗ്രഹം അല്ലേ? നമ്മൾ കാത്തിരുന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് വേണം? ചോദിക്കണം. അപ്പൊ അത്രയും കാലം കാത്തിരുന്ന് ഇത്രയും ഉയർന്നതെല്ലാം കിട്ടിയ അഗസ്ത്യന് എന്നിട്ടും ചോദിച്ചതിന് ശേഷം മാത്രമാണ് ലളിതാ സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത്. ഇപ്പൊ തിരുമെച്ചൂർ, കുംഭകോണം അവിടെ ലളിതാ സന്നിധിയുണ്ട്. പിന്നെ രണ്ടാമത് കാഞ്ചീപുരം ഉപനിഷത്ത് ബ്രഹ്മമഠം, ഇവിടെയാണ് ആദ്യമായിട്ട് സഹസ്രനാമം ഉപദേശിച്ചത്. അഗസ്ത്യൻ അപ്പോൾ കാഞ്ചീപുരത്താണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ശരിക്കും പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. കാരണം ഈ ബാക്കി മന്ത്രങ്ങളൊക്കെ, അതായത് ഇപ്പൊ നമ്മള് മൃഗങ്ങൾ പോലും മന്ത്രജപം ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട് ഇല്ലേ? ദക്ഷൻ ആടിന്റെ തല വെച്ചിട്ടാണ് ആ ഒരു ചമകം ചൊല്ലിയത്. അപ്പൊ ബാക്കി മന്ത്രങ്ങളൊക്കെ ഋഷി നിർമ്മിതങ്ങളാണ്, മനുഷ്യ നിർമ്മിതമൊക്കെയാണ്. വാഗ്ദേവതകൾ നിർമ്മിച്ചത് കൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിന് ഇത്രയും ഉയർന്ന ഒരു തലം. അപ്പോ ആ എന്താ പറയാ, ലളിതാ സഹസ്രനാമത്തിലെ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം എല്ലാം ഉണ്ട്. അപ്പൊ നിർഗുണ ബ്രഹ്മമാണ് ശരിക്കും പറഞ്ഞ നപുംസകം എന്ന് പറയുന്നത്. അപ്പോ ഈ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒന്ന് തന്നെയാണെന്ന് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദേവി ലളിതാ ത്രിപുര സുന്ദരിയും വിഷ്ണു രൂപിണിയാണ് അല്ലെ? അമ്മേ നാരായണ എന്നാണ് നമ്മൾ ദേവിയെ വിളിക്കുന്നത്. അപ്പൊ മന്ത്രം ശരീരത്തില് ഒരു പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ടാക്കും. അപ്പോ എന്താ പറയാ, ആ ഒരു ദേവത അവിടെ നമ്മുടെ ഉള്ളില് ഉണരും. അപ്പൊ ഈ സ്പന്ദനങ്ങൾ ഒരു മഹാമേരുവിനെ പോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഉയർന്നു വരുന്നത്. എങ്ങനെയാണോ ശ്രീചക്രം മേരു രൂപത്തിലിരിക്കുന്നത്, അതുപോലെ താഴെ നിന്ന് ഉയർന്ന് അത് നമ്മുടെ ശിരസില് സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഒരു മേരുവിന്റെ രൂപത്തിലായിരിക്കും ഒരു ശരീരത്തില് മന്ത്രം ഉണരുന്നത്. അപ്പൊ ആ ദേവത ഉണർന്നു വരും. അപ്പോഴാണ് നമ്മൾ ആ ദൈവത്തിന്റെ അംശമാണെന്ന് തിരിച്ചറിയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ലളിതാ സഹസ്രനാമം അത് ഉപദേശക്രമം, അതായത് 14 അധ്യായങ്ങളാണ്. ഏകമായ സത്യത്തെ നമ്മൾ പലതായിട്ട് 14 തത്വങ്ങളായിട്ട്. അപ്പം ആ ചന്ദ്രൻ എന്ന് പറഞ്ഞാല് നമ്മൾ അത് ഏകമാണ് അല്ലെ? അപ്പൊ അത് പല തിഥികളിലായിട്ട് അത് മാറുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പ്രഥമ, ദ്വിതീയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ശിവശക്തി ഐക്യം, അതിനെയാണ് നമ്മൾ പൂർണ്ണ ജ്ഞാനം എന്ന് പറയുന്നത്. ശിവൻ പരബ്രഹ്മമാണ്, ശക്തി ഞാൻ എന്ന് പറയുന്ന ആ ഒരു ജീവനായിട്ട് നമുക്ക് കാണണം. അപ്പൊ ജീവൻ ശിവനിൽ ലയിക്കുന്നതാണ് ശിവശക്തി സാമരസ്യം അല്ലെങ്കിൽ ശിവശക്തി ഐക്യം എന്ന് പറയുന്നത്. അപ്പൊ 1000 നാമങ്ങള് ഒരു ഉപാസകന് മഹാവാക്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു എന്താ പറയാ, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം, ജീവൻ എല്ലാം തന്നെ ആ ഒരു പരബ്രഹ്മമാണ് എന്നുള്ള സത്യം നമുക്ക് ഒരു തലം കഴിയുമ്പോൾ മനസ്സിലാകും. ഈ സത്യത്തെയാണ് നമ്മൾ 1000 നാമത്തിലൂടെ ആരാധിക്കുന്നത്. അതായത് ഉറച്ച് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഈ 1000 നാമങ്ങളുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്. അപ്പോ ജഗത്ത്, ജീവൻ, ഈശ്വരൻ, 3 ത്രിപുടികള് മുടിഞ്ഞ് ആ ഒരു വെളിവാകുന്ന സത്യം സാക്ഷാൽ എന്താ പറയാ, ഈ 1000 നാമങ്ങളിലൂടെ നമുക്ക് ജ്ഞാനകാന്ഡം, അതായത് ഭക്തികാന്ഡം, ഒരു ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, ഈ 4 കാണ്ഡങ്ങളും ഈ 1000 നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയശ്ചതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇല്ലേ? എനിക്ക് എന്താ വേണ്ടത്? ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. ചെറിയ ഒരു ഇലയോ ഒരു ചെറിയ പുഷ്പമോ ഒരു ചെറിയ ഫലമോ വെള്ളമോ തന്നാ മതി. പക്ഷെ എന്താ വേണ്ടേ? ഭക്തി. ഏറ്റവും വേണ്ടത് ഭഗവാനോടുള്ള ഇഷ്ടം, അതായത് ദേവിയോടുള്ള ആ ഒരു സാധാരണ ഇഷ്ടമൊന്നും പോരാ അവിടെ. നമുക്ക് ദേവിയെ വേണം, എൻ്റെ അമ്മയാണ്,
ആ സ്നേഹം. ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തിയാണ്. അപ്പൊ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ ഉദ്ദേശം എന്താണ്? ഭണ്ഡാസുരൻ വധം അല്ലേ? അതാണ് അമ്മയുടെ ലീല വിനോദം. അതാണ് ദേവിക്ക് എന്താ പറയാ, അമ്മയുടെ ഒരു ലീല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ ഭഗവതി നമ്മുടെ ഉള്ളിലെ, നമ്മുടെ ചിതഗ്നിയിൽ ആവിർഭൂതയാവുന്നത്. അപ്പോ ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലെ ആ ഒരു ചലിക്കാത്ത ബോധം. ഞാൻ എന്ന് പറഞ്ഞാല് ശക്തി അല്ലെ? അപ്പൊ ഞാന് നീ. അപ്പൊ നീയ ഞാന് ഒന്നും അങ്ങനെ പ്രത്യേകതയില്ല. ആ സാക്ഷാത്കാരം, ശിവശക്തി ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ശിവശക്തി സാമരസ്യം. അവിടെ നീയോ ഞാനോ ഇല്ല, ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഏകമായിരിക്കുന്ന സത്യത്തിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തമായിരിക്കുന്ന 1000 മുത്തുക്കളാണ്, 1000 രത്നങ്ങൾ തന്നെയാണ് ലളിതാ സഹസ്രനാമം. അപ്പൊ ആ ലളിതാ സഹസ്രനാമത്തിന്റെ മഹിമ എത്ര പറഞ്ഞാലും തീരില്ല. നാമാർത്ഥത്തിലൂടെ, തത്വാർത്ഥത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ആ പാദങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്തിയിട്ട് വീണ്ടും സഞ്ചാരം തുടങ്ങണം ഇല്ലേ? ഒരു വളരെ നീണ്ട സഞ്ചാരമാണ്. 1000 നാമങ്ങളാണ്. 1000 നാമങ്ങള് കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടാൽ ദേവി നമുക്ക് എന്താണ് തരുന്നത്? നമ്മൾ ദേവിയോട് ചോദിക്കുന്നത് എന്താണ്? ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രിയം ബലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. ഇതെല്ലാം തന്ന് ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.